ഒരു കാലത്ത് നാട് വിറപ്പിച്ച് നടന്ന വില്ലനാവുക. ഞാൻ കഥ പറഞ്ഞു വരികയാണ് കേട്ടോ. നാട്ടുകാരെല്ലാം പേടിയോടെ ഇഷ്ടക്കേടോടെ നോക്കുക. കുറെ കാലം കഴിഞ്ഞ് ഹീറോയായി തിരിച്ചെത്തുക. മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മൃഗങ്ങൾക്കും ഉണ്ടാകും ഇതുപോലെ അനുഭവങ്ങൾ. പറഞ്ഞു വരുന്നത് ഒരു കാലത്ത് ചട്ടമ്പിയായിരുന്ന ആനയെക്കുറിച്ചാണ്. വയനാട് വാഗേരിയിൽ കടുവയെ തെരയാൻ എത്തിയവരിൽ ഒരാൾ ഒരു കാലത്ത് നാട്ടിലെ പ്രധാന വില്ലനായിരുന്നു. അന്ന് പടക്കമെറിഞ്ഞ് ഓടിച്ചവരെല്ലാം ഇന്ന് ആരാധനയോടെ പിന്നാലെ കൂടി. ആരും നോക്കാം. പണ്ട് ഒരുപാട് ചക്ക തിന്ന ഈ പ്ലാവിൻ ചുവട്ടിലിറങ്ങുമ്പോൾ വടക്കനാട് കൊമ്പന്റെ ദൗത്യം പുതിയതാണ്. 4 വർഷം മുമ്പ് പടക്കമെറിഞ്ഞും ഒച്ച വെച്ചും ഓടിച്ചവർ ഇപ്പോൾ പ്രതീക്ഷയോടെ പിറകെ ഓടി. മയക്കുവെടി വെക്കുന്നതിന് തലേദിവസം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ വന്ന് പോയതാ. ഇപ്പോൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. കടുവേനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സന്തോഷം. കടുവേനെ എത്രയും പെട്ട് പിടിക്കട്ടെ. പ്രശ്നക്കാരൻ ഇപ്പോൾ എന്താണ് ശാന്തരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നു. ഒരുപാട് അങ്ങനെ സമരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി വടക്കാട് സൈഡിലേക്ക് പോയപ്പോഴാണ് വലിയ സമരവും കാര്യങ്ങളൊക്കെ ആയത്. ഇവിടെയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം പിന്നെ കുറേ കാലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിടിച്ചാൽ പിന്നെ അങ്ങനെ വരവില്ല. അപ്പം എങ്ങനെയും അതിനൊന്ന് പിടിച്ചാൽ മതിയായിരുന്നു കടുവായിനെ. ആക്രമണകാരിയായിരുന്ന വടക്കനാട് കൊമ്പൻ ഇപ്പോൾ വിക്രമാണ്. മുത്തങ്ങ എലിഫന്റ് സ്ക്വാഡിലെ പ്രധാനി. മനുഷ്യമൃഗ സംഘർഷങ്ങളിൽ വനം വകുപ്പിൻ്റെ മുന്നണി പോരാളി. വാഗേരിയിലെത്തിയത് ആളെ കൊല്ലി കടുവയെ പിടിക്കാൻ. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയിപ്പിച്ചവന് വാഗേരിയിലെ ദൗത്യം ഒരു മധുര പ്രതികാരം കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. തത്സമയം എം കമലുണ്ട്. കമൽ, ഈ നമ്മൾ വില്ലനായി ഇരുന്നിട്ട് നായകവേഷം കിട്ടുക എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അവന്റെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടായിരിക്കും, പണ്ട് എന്തായിരുന്നു എന്നോട് കാണിച്ചത്, ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ഞാൻ വേണ്ടി വന്നല്ലോ എന്ന്. അല്ലേ കമൽ? അതെ, പണ്ട് വലിയ വില്ലനായിരുന്നു. ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്ത ടാഗ് ലൈൻ പോലെ തിരുമ്പി വന്നിട്ടേൻ എന്ന് ചൊല്ല് എന്ന് പറയുന്ന പോലെയാണ് ആന തിരിച്ചെത്തിയിരിക്കുന്നത്. പണ്ട് ഈ വടക്കനാട് കൊമ്പൻ എന്നായിരുന്നു ഈ ആനയുടെ പേര്. അന്ന് വലിയ പ്രശ്നക്കാരനായിരുന്നു. വടക്കനാട് എന്ന ഗ്രാമത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ വടക്കനാട് കൊമ്പൻ എന്ന പേര് വന്നത്. ഈ വടക്കനാട് നിന്ന് അധികം ദൂരെ അല്ല വാഗേരി. ദേശീയപാതയൊക്കെ ക്രോസ് ചെയ്ത് ഈ വാഗേരി മേഖലയിലും എത്താറുണ്ടായിരുന്നു. അവിടെ ഇന്നുകൂടി ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അന്ന് വിളകൾ നശിപ്പിച്ചതും ആളുകളെ പേടിപ്പിച്ചതും ഒരുപാട് കഥകൾ, പഴയ കഥകൾ ആളുകൾക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പോ മോത്തി പറഞ്ഞതുപോലെ ഹീറോ ആയിട്ടാണ് വരവ്. വനംവകുപ്പിന്റെ ഈ കടുവയെ തെരയാനുള്ള സംഘത്തിലെ പ്രധാനിയായാണ് വരവ്. ഒപ്പം ഭരത് എന്ന കുങ്കിയാനയും ഉണ്ട്. പക്ഷെ ആദ്യം എത്തിയത് വിക്രമാണ്. ഈ വിക്രം ഒരു പ്ലാവിന്റെ ചുവട്ടിലാണ് ഈ ലോറിയിൽ നിന്ന് വന്നിറങ്ങിയത്. അപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഈ പ്ലാവിലെ ചക്കയൊക്കെ പണ്ട് ഒരുപാട് തിന്നതാണ്, കുറെ പടക്കമെറിഞ്ഞ് ഓടിച്ചതാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോ എന്തായാലും തലയെടുപ്പോടെ തിരയാൻ ഇറങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നലെ ഈ വനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവിലൂടെയാണ് ഈ കുങ്കിയാനെ അകത്തേക്ക് കൊണ്ടുപോയത്. അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, പണ്ട് ഇതിലൂടെയാണ് ഇവൻ ഇറങ്ങി വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ചിരുന്നത്, ഇന്ന് ഇതേ വഴിയിലൂടെ തന്നെ കടുവയെ തിരയാൻ പോകുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് വളരെ രസകരമായ ഒരു കാര്യമായി ആനയുടെ തിരിച്ചുവരവുണ്ട്. അതെ കമൽ, തീർച്ചയായിട്ടും. അപ്പോ കൊമ്പൻ വില്ലനായി നടന്ന സ്ഥലങ്ങളിൽ ഹീറോ ആയി തിരിച്ചു വന്നിരിക്കുന്നു. ആ പോയ സ്ഥലങ്ങളൊക്കെ ഒരു മനുഷ്യനെ പോലെ ജനങ്ങളും ഓർത്തു പറയുന്നു എന്നത് ഏറെ കൗതുകകരം തന്നെയാണ്. അവൻ വന്ന വഴി ഇതാണ്, അവൻ ചിലപ്പോൾ ചക്ക തിന്നേക്കും, ഇതിന്ന് ചക്ക കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് മനുഷ്യരോളം തന്നെ കൗതുകകരമായി തോന്നുന്നു.